നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് അഘോര പ്രത്യങ്കിര മൂലമന്ത്രമാണ്. ഈ മന്ത്രം പറയുന്നതിന് മുമ്പായി എല്ലാവരോടുമായി പറയുന്നു, ഈ മന്ത്രം പ്രത്യങ്കിര ഉപാസന ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അറിവിനുമായി മാത്രമുള്ളവർക്ക് ചെയ്യുന്നതാണ്. ഇത് സാധാരണക്കാർക്ക് ജപിക്കുവാനോ അല്ലെങ്കിൽ ഉപാസിക്കുവാനോ പറ്റിയൊരു മന്ത്രമല്ല. ഈ മന്ത്രം അറിവില്ലാതെ ഉച്ചരിക്കുകയും അതുപോലെ ഗുരുവിൻ്റെ നിർദ്ദേശമില്ലാതെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ മന്ത്രം അറിവിലേക്കും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപകാരമായിരിക്കും എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ പ്രത്യങ്കിരയുടെ തന്നെ പല ഭാവങ്ങൾ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഇനി പറയുന്നതാണ് അഘോര പ്രത്യങ്കിര മന്ത്രം എന്നുള്ളത്. ആദ്യമായി ഈ അഘോര പ്രത്യങ്കിര എന്ന ദേവിയെക്കുറിച്ച് ഒന്ന് പറയുന്നു. ഇത് പ്രത്യങ്കിര ദേവിയുടെ തന്ത്രശാസ്ത്രത്തിലെ വളരെ ഉഗ്രസ്വരൂപമായ ഒരു ഭാവമാണ്. അപ്പോൾ തന്ത്രപരമായ ദേവതകളെ സാധാരണയായി ശാന്ത, ഉഗ്ര, ഘോര, തീവ്ര എന്നിങ്ങനെ വിഭാഗിച്ചിരിക്കുന്നു. അതിലെ പ്രത്യങ്കിര ഉഗ്രഭാവത്തിൽ വരുന്നതാണെങ്കിൽ ഈ അഘോര പ്രത്യങ്കിര എന്നുള്ളത് തീവ്രഭാവത്തിൽ താന്ത്രികമായി ആരാധിക്കുന്ന ദേവതയാണ്. അപ്പോൾ സ്വഭാവം ശാന്തമല്ല, മറിച്ച് ദുഷ്ടശക്തികളെ നേരിട്ട് ചെറുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയായിട്ടാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ സംരക്ഷണത്തിനു മാത്രമായി ഉള്ള ദേവതയല്ല, പ്രത്യാക്രമണത്തിനായി ഉപയോഗിക്കുന്ന ദേവതയാണ്. അതുകൊണ്ടാണ് ഈ അഘോര പ്രത്യങ്കിര, വനദുർഗ പ്രത്യങ്കിര, ബഹളാമുഖി പ്രത്യങ്കിര അങ്ങനെ താന്ത്രികമായി പല ബീജാക്ഷരങ്ങൾ ക്രോഡീകരിച്ച് ഈ ദേവതയെ കൊണ്ട് കർമ്മികൾ പ്രയോഗങ്ങൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് വളരെ അറിവോടുകൂടി തന്ത്രപരമായിട്ട് ഗുരുവിൻ്റെ അടുത്തിരുന്ന് പഠിച്ച് ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് പ്രയോഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്ത് വേണം ഈ മൂർത്തിയെ ഉപാസിക്കുവാൻ. അല്ലെങ്കിൽ നാഡിക്ക് ബലക്കുറവ് അല്ലെങ്കിൽ മാനസികമായുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. ഇതിൽ പിഴവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ പോലും മാറ്റങ്ങൾ കിട്ടുവാൻ വളരെ താമസം വരും. അതുകൊണ്ട് എല്ലാവരോടും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മൂർത്തിയാണ് പ്രത്യങ്കിര എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അഘോര എന്ന പദം നേരത്തെയുള്ള അഘോര ശിവൻ്റെ ഇതിൽ പറഞ്ഞു, ഭയമില്ലാത്ത അവസ്ഥ, അതായത് അഘോര ശിവൻ്റെ ഒരു ഭാവം. ഈ രൂപം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ, മരണത്തെയോ മറിച്ച് അവയെ അതിജീവിച്ച് ഒരു സത്യമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രത്യങ്കിരാദേവിയുടെ അഘോരം എന്ന ആശയം ചേർന്നപ്പോൾ അതൊരു പ്രത്യേക തന്ത്ര പദ്ധതിയായിട്ട് ചില ആചാര്യന്മാർ മാറ്റിയെടുത്തതാണ്. പ്രത്യേകിച്ച് ആന്ധ്രയിലും തമിഴ്നാട് ആ ഭാഗങ്ങളിലൊക്കെ പ്രത്യങ്കിരയുടെ ശക്തമായ ഹോമങ്ങളും അതുപോലെ അവരുടെ താന്ത്രിക പ്രയോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് രുദ്രപ്രത്യങ്കിര അല്ലെങ്കിൽ അഘോര പ്രത്യങ്കിര അല്ലെങ്കിൽ ശിവകൃത്യ എന്നറിയപ്പെടുന്ന ഉഗ്രമായ പ്രത്യങ്കിരയുടെ മന്ത്രമാണ്. മന്ത്രവും അതിനുശേഷം ഒരു പ്രയോഗ മന്ത്രവും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യമായി ഋഷീം ഛന്ദസ്സും. ഓം അസ്യ ശ്രീ രുദ്രപ്രത്യങ്കിര മഹാമന്ത്രസ്യ അഘോര ഋഷി ഭ്രാമി ജഗതി ഛന്ദ മഹാഗ്ര രൂപിണി ശ്രീ രുദ്രപ്രത്യങ്കിര ദീവത ഖാം ബീജം ക്ലീം ശക്തി ക്ലൂം കീലകം അന്തർബാഹിർജ്ഞാത അജ്ഞാത ശത്രുമാരണാർത്ഥേ ജപേ വിനിയോഗ. ഇനി ന്യാസങ്ങളൂടെ പറയുന്നു. ഓം ക്ലാം അഘോരപ്രത്യങ്കിരേ മോഹയ ഹൃദയായ നമഃ. ഓം ക്ലീം രുദ്രപ്രത്യങ്കിരേ ഉച്ചാടയ ശിരസേ സ്വാഹ. ഓം ക്ലൂം സർവപ്രത്യങ്കിരേ സ്തംഭയ ശിഖായ വശ. ഓം ക്ലൈം സർവപ്രത്യങ്കിരേ ആകർഷയ കവചായ ഹും. ഓം ക്ലൗം ഘോരപ്രത്യങ്കിരേ മാരയ നേത്രത്രയായ വഷ്. ഓം ക്ല സംഹാരപ്രത്യങ്കിരേ വിധ്വംസയ അസ്ത്രായ ഫൽ. ഇങ്ങനെയാണ്. ഇനി ധ്യാനം. ഓം രുദ്രപ്രത്യങ്കിരേ മഹോഗ്രേസര രൂപിണി ശത്രുസംഹാരണ തത്പരം നമാമി നിത്യം. ഇത്രയുള്ള, അതായത് അർത്ഥം, രുദ്രപ്രത്യങ്കിരെ ഉഗ്രമായ സ്വരൂപത്തിലിരിക്കുന്നവളെ, ശത്രുസംഹാരജ്ഞയായിരിക്കുന്ന നിന്നെ ഞാൻ നമിക്കുന്നു. ഇങ്ങനെയാണ് മൂലമന്ത്രം. ഓം ക്ലീം ക്ലീം അഘോരേഭ്യോ ശത്രുണാം മോഹൈ അഥഘോരേഭ്യോ ഉച്ഛാദേ ഘോരതരേഭ്യോ സ്തംഭേ സർവേഭ്യോ മാരേ വചനസിദ്ധി നമസ്തം ആജ്ഞാ പാലയ പാലയ രുദ്രപ്രത്യങ്കിരാത്തി സിദ്ധി ഭട്ട്. ഇങ്ങനെയാണ് ഉഗ്രമായ മന്ത്രം. ഈ മന്ത്രം അതുപോലെ തന്നെ സിദ്ധി വരുത്തുന്നത് എങ്ങനെ എന്ന് ഇപ്പോൾ പറയുന്നില്ല, അതുപോലെ പ്രയോഗങ്ങളും പറയുന്നില്ല. എങ്കിലും ഒരു പ്രയോഗമന്ത്രം, ഈ മന്ത്രം ഉപാസിച്ച് സിദ്ധി വരുന്നവർ, അതുപോലെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ജപിക്കുന്ന ഒരു മന്ത്രം പറയുന്നുണ്ട്. അതും ഉഗ്രമായ ശക്തമായ ഒരു മന്ത്രമാണ്.
അത് ജപിക്കുന്ന വിധാനങ്ങളൂടെ പറയുന്നതാണ്. ഇപ്പോൾ അതിന് ശിവകൃത്യ മന്ത്രം എന്നാണ്. അത് ഈ മന്ത്രത്തിന് ശേഷം ഈ മന്ത്രം സിദ്ധി വരുത്തിയിട്ട് പ്രയോഗത്തിന് വേണ്ടി ബലം വരുത്തുന്ന ഒരു മന്ത്രമാണ്. അതിങ്ങനെയാണ്: ഓം ക്ലീം ക്ലീം ശത്രുണാം മോഹേ ഉച്ചാടേ സ്തംഭേ മാരേ വചനം ആജ്ഞാ പാലയ പാലയ കൃത്യാസിദ്ധി ഭട്ട്. ഇങ്ങനെയാണ് ആ മന്ത്രം. ഈ മന്ത്രം എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് പ്രത്യങ്കര ഷോഡശോപചാര പൂജകളൊക്കെ ചെയ്തതിന് ശേഷം ഈ മന്ത്രം ധ്യാനവും ന്യാസവും ഒന്നും ഇല്ലാതെ 120 ജപമാല രാത്രിയിൽ 11 ദിവസം തുടർച്ചയായി ജപിച്ചാണ് ഇത് പ്രയോഗബലം ഈ മന്ത്രത്തിന് വരുത്തുന്നത്. അത് എരിവുള്ള മുളകുകളൊക്കെയാണ് ഹോമിക്കുന്നതൊക്കെ. അത് ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതും അതുപോലെ പറഞ്ഞിരിക്കുന്ന ഈ മന്ത്രത്തിൻ്റെ പ്രയോഗങ്ങൾ വളരെ തീവ്രമായ രീതിയിലുള്ളതായതുകൊണ്ടും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ മന്ത്രം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഗുരുനാഥന്മാർ പ്രത്യങ്കര ഉപാസിക്കുന്നവരുടെ അടുത്ത് പോയി അവരോട് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അറിവിനായി വേണമെങ്കിൽ അഘോര പ്രത്യങ്കരയുടെ തത്വശാസ്ത്രങ്ങളിലൂടെ പറയുന്നു. അഘോര പ്രത്യങ്കര മന്ത്രം എല്ലാത്തരം ശത്രുക്കളെയും, ആന്തരികവും ബാഹ്യവുമായ നമ്മുടെ ശത്രുക്കളെയും എതിരാളികളെയും മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ പോലും അറിയാതെ അജ്ഞാത, അതായത് നമുക്ക് പോലും അറിയാതെ എവിടെ നിന്നേലും നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഒരു ഇടിമിന്നൽ പോലെ ഈ മന്ത്രം പ്രഹരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നശിപ്പിക്കുന്നതിൽ അത് ശക്തമായി കണക്കാക്കപ്പെടുന്ന മൂർത്തിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരുന്നത് ഈ മൂർത്തിയെ കൊണ്ട്. നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കുക, ആരോഗ്യം, കുടുംബം, സമ്പത്ത് പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ബാധിക്കുന്ന ദോഷങ്ങളെയും ആഭിചാര ദോഷങ്ങളെയും ഉന്മൂലനം ചെയ്ത് അത് തരിപ്പണമാക്കുന്ന മന്ത്രമാണെന്നും പറയുന്നുണ്ട്. ഈ മന്ത്രം മുഴുവൻ പ്രപഞ്ചത്തെ ആകർഷിക്കാനും അതിൻ്റെ ശക്തിയിലൂടെ നമ്മളെ വളരെയധികം നേടാൻ സഹായിക്കുന്ന മന്ത്രവുമാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഫലശ്രുതി മന്ത്രത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യങ്കരയുടെ ഈ ഭാവം, അതായത് അഘോര ആയിട്ടുള്ള ഈ ഭാവം, ഇത് ഒരു ഉഗ്രമായ സംരക്ഷണ ശക്തിയും അഘോരത്തിൻ്റെ ഭയാതീതമായ അവസ്ഥയും ഒന്നിച്ചു ചേർന്ന രൂപമാണെന്നാണ് പറയുന്നത്. അതായത് ഭയം, ദുരിതം, മരണം എന്നിവയെ നേരിട്ട് അഭിമുഖീകരിച്ച് അവയെ നിയന്ത്രിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുടെ നില പോലെയാണ് കാണുന്നത്. ഇപ്പോൾ പ്രത്യങ്കര ദേവിയുടെ ഉപാസനയെക്കുറിച്ച് എല്ലാ തന്ത്രപരങ്ങളിലും ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിയന്ത്രണത്തിലൂടെ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തോടു കൂടി മാത്രം ചെയ്താൽ ശക്തിയും മോക്ഷവും തരുന്ന മൂർത്തിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ മന്ത്രങ്ങൾ ശരിയായ ഉച്ചാരണത്തിലും നിർദ്ദിഷ്ട നിയമങ്ങൾ പാലിച്ചും ചെയ്യണം. ചെറിയ തെറ്റുകൾ പോലും ഫലത്തിൽ വ്യത്യാസം വരുന്നുവെന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു മഹാ ഉഗ്ര മന്ത്രമാണ്. അത്യന്ത ശക്തിയുള്ള വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് അമാവാസിയിലോ അമാവാസി ശേഷമുള്ള ദിവസമോ ആരംഭിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു. കറുത്ത വസ്ത്രം അതുപോലെ കറുത്ത മാല ഉപയോഗിച്ച് 11 ദിവസം കൊണ്ട് മന്ത്രജപം പൂർത്തിയാക്കി രാത്രി ജപം നടത്തി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ പൂർത്തിയാക്കിയാൽ മന്ത്രം ബലം വന്ന് സിദ്ധമാകുന്നതാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ അഘോര പ്രത്യങ്കരെക്കുറിച്ച് പറയാൻ പറ്റുന്ന അറിവുകൾ. ബാക്കിയെല്ലാം ഗുരുനാഥന്മാരിൽ നിന്ന് ചോദിച്ച് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിച്ച് അന്വേഷിച്ച് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഒരു കാരണവശാലും ഗ്രഹത്തിൽ വീട്ടിലിരുന്ന് ഇത് ജപിക്കുകയോ അതിൻ്റെ ആവശ്യമില്ലാത്ത പ്രയോഗങ്ങളിലേക്ക് പോവുകയോ ചെയ്യരുത്. നാഡികൾക്ക് തളർച്ച പോലുള്ള മാരകമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഓരോരുത്തർ കണ്ട അവസ്ഥയുള്ളത് കൊണ്ട് നിങ്ങളോട് പറയുകയാണ്. നമസ്കാരം.